അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് 2020 മെയ് മാസം 8-ാം തീയതി നടത്തിയ ലൈലത്തുൽ ഖദറും എഅ്തികാഫും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ഖുത്ബയുടെ ചില ഭാഗങ്ങളാണ് നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രിയ ഇമാം തൻ്റെ പ്രസംഗത്തിൽ തൻ്റെ ഭക്തദാസർക്ക് അന്തസ്സാർന്ന ഭൗതിക ജീവിതവും അനുഗ്രഹീത സന്തോഷമേറുന്ന പാരത്രിക ജീവിതവും ഉറപ്പുവരുത്തുന്നതിനായി അല്ലാഹു തആല തൻ്റെ അനന്തവും അനശ്വരവുമായ വിവേകജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് മാറ്റാൻ സാധിക്കാത്ത ചില കൽപ്പനകൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഇഹലോകത്തിലെ അന്തസ്സായ ജീവിതം അവന് ലഭിക്കുന്നതിനുള്ള വഴി, അതുപോലെ ഇവിടെ നിന്നും യാത്രയാകുമ്പോൾ പാരത്രിക ലോകത്ത് അന്തസ്സായ ഒരു സ്ഥാനം ലഭിക്കുന്നതിനുള്ള ഈ കൽപ്പനയുമായിട്ടാണ് അല്ലാഹു തആല മാനവകുലത്തെ സമ്പന്നമാക്കുവാൻ ശ്രമിച്ചത്. അതിലൊരു കൽപ്പനയായ വ്രതാനുഷ്ഠാനം മുൻ കടന്നുപോയ സമുദായങ്ങളിലും നിർബന്ധമാക്കിയിരുന്ന ഒന്നാണ്. അപ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറയുന്നത്. അന്നപാനീയങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ എന്നതിലുപരി വ്രതാനുഷ്ഠാനം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ, പ്രത്യേകിച്ച് നാവിനെ നിയന്ത്രണ വിധേയമാക്കുന്നതിനും വ്രതാനുഷ്ഠാനം കൊണ്ട് സാധ്യമാക്കേണ്ടതുണ്ട്. നമ്മളിച്ചിരി ഭക്ഷണം വെളുപ്പാൻ കാലത്ത് കഴിച്ചു, അതിനുശേഷം നമ്മൾ പകലൊന്നും കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നില്ല. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കിട്ടുന്നു, അത് നമ്മൾ കഴിക്കുന്നു. ഇതാണ് വ്രതാനുഷ്ഠാനം എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു എങ്കിൽ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ലമഅ. എത്രയോ വ്രതാനുഷ്ഠാനക്കാരാണുള്ളത്, അവർ വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ലാത്ത. കം മിൻ സായിമിൻ, എത്ര എത്ര വ്രതാനുഷ്ഠാനക്കാരാണുള്ളത്. ലൈസ ലഹു മിൻ സിയാമിഹി, അവൻ്റെ വ്രതാനുഷ്ഠാനം കൊണ്ട് അവന് കിട്ടിയിട്ടില്ല ഇല്ലൽ ലമഅ, വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ ഒരു പ്രയോജനവുമില്ല. അപ്പോൾ വിശപ്പും ദാഹവും സഹിച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല എന്ന് അടിസ്ഥാനപരമായി കാര്യം നാം മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ഇമാം ലൈലത്തുൽ ഖദറും എഅ്തികാഫും എന്ന വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്.
അത് 1000 മാസത്തേക്കാൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിനമാണെന്ന്. അത് നേടുന്നതിന് നിസ്സാരമായ നിലയിൽ അത് സാധിക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? കടുത്ത തീവ്രമായ പരീക്ഷണം ജീവിതത്തിലുടനീളം അല്ലാഹു തആല നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യനും എന്താ പറയുന്നതെന്നും എന്താ ചെയ്യുന്നതെന്നും എന്താണ് അവൻ ചിന്തിക്കുന്നതെന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാമുൽ ഗുയൂബായ അല്ലാഹു, എല്ലാ ദൃശ്യങ്ങളും അറിയുന്ന, എല്ലാം നന്നായിട്ടറിയുന്ന അല്ലാഹു തആല അവൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അഗ്നി പരീക്ഷണമാണ് പരിശുദ്ധമായ റമളാൻ മാസവും വ്രതാനുഷ്ഠാനവും തുടർന്ന് അവസാനത്തെ 10 എഴുത്തിക്കാഫും എന്ന് നാം തിരിച്ചറിയുക. നമ്മൾ പ്രഭാതത്തിൽ നമ്മൾ സജ്ജമായി കഴിഞ്ഞു വ്രതാനുഷ്ഠാനത്തിനായി. അല്പം ഭക്ഷണം കഴിച്ചു, അല്പം ജലം കഴിച്ചു. അതിനുശേഷം പ്രഭാത നിസ്കാരം കഴിഞ്ഞു. പിന്നീട് നിങ്ങളുടെ ദിവസം എങ്ങനെയാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? എഴുത്തിക്കാഫിലിരിക്കുന്നവരാണെങ്കിൽ അവർ പള്ളിയിൽ അല്ലെങ്കിൽ പള്ളിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ കുറച്ചു നേരം പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അല്പം ക്ഷീണമോ മറ്റേതോ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദിക്റുകളിലേക്ക് പ്രവേശിക്കുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതിനു വേണ്ടിയാണ് എഴുത്തിക്കാഫ്. മറ്റെല്ലാ ഭൗതിക കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി മാത്രം ഒരു 10 ദിവസം ഒരു സത്യവിശ്വാസി തിരഞ്ഞെടുത്ത് അവൻ പള്ളിയിലേക്ക്, ആ കേന്ദ്രത്തിലേക്ക്, ആ സ്ഥാനത്തേക്ക് അവൻ എത്തിച്ചേരുന്നത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി, അതിന് ദിക്റുകൾ, ദൈവസ്മരണ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന എത്രത്തോളം പ്രതിഫലം ലഭിക്കും എന്നുള്ളതിന് കണക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയ്ക്കും അല്ലാഹു തആല 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നു. അപ്പോൾ അവസാനത്തെ 10-ൽ ഖുർആൻ ഒരു പ്രാവശ്യം നമ്മൾ ഓതി തീർക്കുകയാണെങ്കിൽ 10 മുതൽ 700 പ്രാവശ്യം വരെ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലവും വെച്ചുകൊണ്ട് അല്ലാഹു തആല വയ്ക്കുകയാണ്. പിന്നെ ഒരു തക്ബീർ ചൊല്ലി, അല്ലെങ്കിൽ ഒരു തഹ്മീദ് ചൊല്ലി, അല്ലെങ്കിൽ ഒരു തസ്ബീഹ് ചൊല്ലി, അതിന് അല്ലാഹു 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം വെച്ചുകൊണ്ട്. ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഗുഡ് മാനേഴ്സ് എന്ന് പറയും. ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അതിന് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുന്നതിനും വേണ്ടിയാണ് അല്ലാഹു തആല എന്ത് ചെയ്തിരിക്കുന്നത്? ഓരോ വർഷവും മാറ്റി മാറ്റി ഈ റമദാനെ വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് ലോകത്ത്. ഇഹലോകത്ത് നമ്മളൊരു കച്ചവടം ചെയ്ത് എങ്ങനെ ലാഭമുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ മാർഗരേഖയും കാര്യബോധവും ചിന്താശേഷിയും ഇല്ല എങ്കിൽ ആ കച്ചവടം പരാജയപ്പെട്ടു പോകും. ഇതുപോലെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല എങ്കിൽ നമുക്ക് വളരെയധികം പരാജയങ്ങൾ ആ കച്ചവടത്തിൽ നിന്ന്. അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ഒരു ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു കച്ചവടം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന്. അത് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പറഞ്ഞ അനുസരിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭവനത്തേക്ക് വരുമ്പോൾ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ഭൗതികമായ ചില കാര്യങ്ങളുണ്ട്, ചട്ടവട്ടങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ ഭവനം, ഈ മസ്ജിദ്,
ലോകത്തിലുള്ള ഏത് മസ്ജിദായാലും അത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. ഹസരത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോടും അള്ളാഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭക്തദാസന്മാർക്ക് ഇബാദത്ത് ചെയ്യുവാനായി ഇവിടം ശുദ്ധമാക്കി വയ്ക്കുക. അപ്പോൾ പള്ളി ശുദ്ധമാക്കുന്ന പണി, പള്ളിയുടെ പരിസരം ശുദ്ധമാക്കുന്ന പണി, അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലം, അള്ളാഹുവിൻ്റെ സാന്നിധ്യം സദാ ഉണ്ടാകുന്ന അള്ളാഹുവിൻ്റെ ഭവനം, അത് ശുദ്ധമാക്കുന്ന കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത. അത് ഏത് പണിയാണ്? ആരുടെ പണിയാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും പണിയാണ്. പള്ളിയും പരിസരവും ശുദ്ധമാക്കുന്നത് ഇബാദത്ത് നടത്തുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മുടെ പെരുന്നാൾ ദിനമാണ്, ആഘോഷ ദിനമാണ്. അല്ലാഹു തആല വെള്ളിയാഴ്ച ഈദുൽ മൂമിനീൻ, മൂമിനീങ്ങൾക്കൊരു ഈദാക്കിയിരിക്കുകയാണ്, ഒരു പെരുന്നാളാക്കിയിരിക്കുകയാണ്. മഹത്തായ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു മഹത്തായ ദിനമാക്കിയിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും അതിൻ്റേതായ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. നോക്കൂ, വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നവർ, ആരാണോ ആദ്യം എത്തുന്നത് അവന് വേണ്ടി അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്, അവൻ്റെ ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഒരു ഒട്ടകത്തിനെ അറുത്ത് ഹദിയ ചെയ്ത, സദക്ക ചെയ്ത കൂലിയാണ് അവൻ വെച്ചിരിക്കുന്നത്. ആദ്യം പള്ളിയിൽ പ്രവേശിക്കുന്നവർക്ക്, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി, ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി, സലാത്ത് ചെല്ലുന്നതിന് വേണ്ടി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ആരാണോ പള്ളിയിൽ ആദ്യം പ്രവേശിക്കുന്നത് അവന് വേണ്ടി അള്ളാഹു ഒരു ഒട്ടകത്തിനെ അറുത്ത് സദക്ക ചെയ്ത കൂലി അവന് കൊടുക്കുന്നുവെന്ന്. കാരണം അവൻ അവിടെ കയറിയിരുന്ന് ഈ പറയുന്ന ഖുർആൻ ഓതലും ഈ പറഞ്ഞ നിലയിലുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹ വർഷം ഇറങ്ങുക. ഇന്ന് നമ്മളെ കൊണ്ടുവല്ലോ ഒരു ഒട്ടകത്തിന് വാങ്ങിച്ച് അറുത്ത് കൊടുക്കാൻ ഒക്കുമോ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്തെങ്കിൽ ഒരു ഒട്ടകത്തിനെ കിട്ടും. അത്രയും പ്രതിഫലം നമുക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ അറിയുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, അത് നേടുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ പറ്റൂ. ഇത് അറിയുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്കത് കിട്ടാതെ പോകും. രണ്ടാമത് വരുന്നവർക്ക് ഒരു പശുവിനെ അറുത്തു കൊടുത്ത കൂലിയും, മൂന്നാമതൊരാടും, നാലാമത് കോഴിയും, പിന്നീട് മുട്ടയും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അവസാനം വരുന്നവർക്ക്. എന്നിട്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് മലായിക്കത്തുകൾ റെക്കാർഡുമായിട്ട് വരുന്നു, ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്നു. ആ സമയത്ത് ഇതിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ആരാണോ ഉള്ളത്, ആ ബാങ്ക് വിളി കഴിയുമ്പോൾ മലക്കുകൾ അവരുടെ രജിസ്റ്ററും കൊണ്ട് പോകും. ഇതൊക്കെ പ്രവാചകൻ പറഞ്ഞു തന്നിരിക്കുന്ന ആത്മീയ അറിവുകളാണ്. ഈ ആത്മീയ ജ്ഞാനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഈ ആത്മീയ കച്ചവടം വിജയകരമാകുന്നത്. അതല്ല എങ്കിൽ ഭൗതിക കച്ചവടത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് പോലെ ആത്മീയ കച്ചവടത്തിലും പരാജയപ്പെട്ടു പോകും. അങ്ങനെ ആത്മീയ കച്ചവടത്തിൽ നഷ്ടപ്പെട്ടു പോയ ലോകമാണിന്ന്. അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു തആല ഓരോ നൂറ്റാണ്ടിലും അവൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി, ഈ മാനവ സമുദായ രക്ഷയ്ക്കായിട്ട് നിയോഗിച്ചു കൊണ്ടിരിക്കും. അലാ റഅസി കുല്ലി മിഅത്തി സനതൻ, ഓരോ നൂറ്റാണ്ടിൻ്റെയും തലയ്ക്കൽ, മൻ യുജദ്ദിദു ലഹാ ദീനഹ, അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥമായ കാര്യം അധ്യാപനം പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഇതില്ല, അത് പോയി. അതിനെയൊക്കെ അവഗണിച്ച് കളഞ്ഞു ആളുകൾ, ഇതിനെ വെറും നിസ്സാരവൽക്കരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇഅ്തികാഫിലാണ് എങ്കിൽ വമ്പിച്ച പ്രതിഫലവുമായിട്ടാണ് നമ്മൾ മടങ്ങുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലാഹു തആല നമുക്ക് അടുത്ത ഒരു ഇഅ്തികാഫ് തരുമോ, അടുത്ത ഒരു റമദാൻ നമുക്ക് തരുമോ, ഇത്രയും പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടി നമുക്ക് നീട്ടിത്തരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? ഇല്ല എങ്കിൽ അടുത്ത വർഷം നമുക്കിത് നേടുവാൻ സാധിക്കുകയില്ല.
അപ്പോൾ വമ്പിച്ച പ്രതിഫലങ്ങൾ നേടുന്ന ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ലൈലത്തുൽ ഖദറിന് 1000 മാസം ഇബാദത്ത്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് മാസം കണക്ക് കൂട്ടുകയാണെങ്കിൽ 83.33 വരും. അത്രയും വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു രാവ്. അള്ളാഹു അവൻ്റെ കൽപ്പന പ്രകാരം സകലവിധ കൽപ്പനകളുമായി മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അകമ്പടിയോടുകൂടി മലക്കുകളുടെ ഒരു വലിയ സംഘം സന്ദർശിക്കുന്നതിനായി, ഭൂമിയിൽ സന്ദർശനം നടത്തുന്നതിനായിട്ട് ഇറങ്ങി വരികയും അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ആളുകളുടെ മേൽ അവരും ദുആ ചെയ്യുകയും ആ അനുഗ്രഹങ്ങൾ അവർക്ക് ഇഹലോകത്തും പരലോകത്തും ലഭ്യമാകുന്ന നിലയിൽ അതിനുള്ള ആക്കിബത്തുണ്ടായിത്തീരുകയും ചെയ്യുന്ന ആ ദിനരാത്രത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടോ? ഉണ്ടെങ്കിൽ ആ രാത്രിയിൽ ഒറ്റ രാവുകളിൽ മിനിമം നമ്മൾ തീർച്ചയായിട്ടും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം. ആ ദിവസം മാത്രം എങ്ങനെങ്കിലും കളിപ്പിച്ച് നമുക്ക് നേടാമെന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. കാരണം അല്ലാമുൽ ഒയൂബായ അള്ളാഹു എല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയാണ്. സൂത്രത്തിൽ എങ്ങനെങ്കിലും കാര്യം നേടാം എന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. കാരണം അവൻ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പള്ളി, അള്ളാഹുവിൻ്റെ ഭവനം, അത് തൂക്കുക, ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കി അതിൻ്റെ പരിസരവും നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും പട്ടികയിലേക്ക് ആ പണി ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നവരാണ് എന്നറിയുക. അങ്ങനെ നമുക്ക് ഉയരണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ പ്രഭാത നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഉടനെ കിടന്ന് ഉറങ്ങാതെ പള്ളിയും പരിസരവും വൃത്തിയാക്കുന്നതിലും അല്ലാഹു തആല അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഫ്രഷ് എയർ അത് ലഭ്യമാകുന്നതിനു വേണ്ടി നമ്മൾ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേൽപ്പിച്ച് അള്ളാഹുവിന് എന്താ കാര്യം നേടാൻ? ഇല്ല. നമ്മുടെ ഇഹലോക ജീവിത സുഖകരമാകുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സമയങ്ങളാണത്. അതിൽ പ്രഭാതത്തിന് വളരെ വലിയ പങ്കുണ്ട്. നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ വലിയ കാര്യം. അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളും മാറി പരിശുദ്ധമായ ശുദ്ധമായ വായു ലഭ്യമാകുന്ന സമയമാണ് പ്രഭാതം. ആ പ്രഭാതത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങൾ അഖിലവും ഉണർന്ന് പ്രവർത്തനക്ഷമമാകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയം. ഭൂമിയിലുള്ള ഇഴജന്തുക്കളും ഭൂമിയിലുള്ള ചെറിയ ചെറിയ പ്രാണികളും, എന്തിനേറെ ആകാശത്ത് പറന്ന് നടക്കുന്ന പക്ഷികളും, അങ്ങനെ നാൽക്കാലി മൃഗങ്ങളും, എല്ലാ ജീവജാലങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്ന സമയം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് വജഅൽന നഹാറ മആശ, നിങ്ങളുടെ ജീവിതവൃത്തിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പകലിനെ സൃഷ്ടിച്ച് തന്നിരിക്കുന്നു. അപ്പോൾ കിടന്ന് ഉറങ്ങാനുള്ളതല്ല. അത് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ച് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇതൊന്നും ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 2023 ഡിസംബർ 16 നമ്മുടെ ഇമാം ഒരു ഖുത്ബ നിർവഹിച്ചു. അതിനകത്ത് ഒരു വാചകം ഇങ്ങനെ പറയുന്നു: എവറി ഡേ വി സേ വി വിൽ ഡു സംതിങ്. എല്ലാ ദിവസവും നമ്മൾ പറയുന്നു ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യും, ഞങ്ങൾ ചെയ്യും എന്ന് പറയും. ബട്ട് വി എൻഡ് അപ്പ് നോട്ട് ഡൂയിങ് ഇറ്റ്. അവസാനം ആ ദിവസം അവസാനിക്കുമ്പോൾ എന്താ, നമ്മളത് ചെയ്തിട്ടില്ല. വെറുതെ കീർവാണം കത്തിച്ചതേ ഉള്ളൂ, ഭയങ്കര പ്രസംഗം നടത്തി, നമ്മൾ ചെയ്തില്ല. ആൻഡ് അല്ലാഹ് ഈസ് നോട്ട് പ്ലീസ്ഡ് അറ്റ് ഓൾ. അല്ലാഹു തആല ഇത്തരത്തിലുള്ള ആളുകളെ ഒരല്പം പോലും ഇഷ്ടപ്പെടുന്നില്ല. ആൻഡ് അല്ലാഹ് ഈസ് നോട്ട് പ്ലീസ്ഡ് അറ്റ് ഓൾ ദാറ്റ് യു ഡോണ്ട് ഡു വാട്ട് യു ഹാവ് സെഡ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ചെയ്യും, ഞാൻ ചെയ്യും എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്തില്ല. അങ്ങനെ ചെയ്യാതിരിക്കെ അത്തരത്തിലുള്ള ആളുകളെ അവർക്ക് ഭൗതികമായ പുരോഗതി ഉണ്ടാകത്തില്ല, ആത്മീയ പുരോഗതിയും ഉണ്ടാകത്തില്ല. എന്താണ് ഈ പ്രശ്നം?
അവരിങ്ങനെ പറയുന്നു, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തുവാ ചെയ്യുമെന്ന് പറഞ്ഞത്? അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളും എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് എന്താ ഇത് ചെയ്യാത്ത? നിങ്ങൾ അനാഥരെ സംരക്ഷിക്കാൻ തയ്യാറായോ? വിധവകൾക്ക് സഹായം എത്തിക്കാൻ തയ്യാറായോ? സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ഏതെങ്കിലും ഒരു സൃഷ്ടികൾക്ക് സേവനം ചെയ്യാൻ നിങ്ങൾ തയ്യാറായോ? അതിനുവേണ്ടി നമുക്ക് 12 മാസം തന്നു. എന്നിട്ട് ഒരു 11 മാസം നമുക്ക് ഇതിനു വേണ്ടിയുള്ള, നിങ്ങൾ സമാഹരിച്ച 11 മാസം സമാഹരിച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു കൂമ്പാരം കൊണ്ടുവാ. എന്നിട്ട് എൻ്റെ സൃഷ്ടികൾക്ക് നിങ്ങൾ വിതരണം ചെയ്യേ. അപ്പോൾ അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഇറക്കും. നിങ്ങൾ 11 മാസം എന്ത് ചെയ്തു? നിങ്ങൾ പ്രസംഗിച്ചു കൊണ്ട് നടന്നോ അതോ പ്രവർത്തിച്ചു കൊണ്ട് നടന്നോ? പ്രവർത്തിച്ചെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ലഭിച്ച സമ്പത്ത് കൊണ്ടുവരൂ. ഈ മാസത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നിങ്ങൾ വിതരണം ചെയ്യൂ. സൃഷ്ടി സേവനം. നമ്മളിവിടെ ദിക്റും ചൊല്ലി തസ്ബീഹും ചൊല്ലി മാത്രം ഇരിക്കുവാനല്ല പറഞ്ഞത്. അതിനുവേണ്ടി തയ്യാറെടുത്ത് വന്നിരിക്കുന്നവർ അത് ചെയ്യട്ടെ. അതില്ലാത്തവർ ഇത് വിതരണം ചെയ്യട്ടെ. അങ്ങനെ സമൂഹത്തിൽ ഒരു പുതിയ വെളിച്ചം, ഒരു പ്രകാശം. കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, പ്രായമായവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, കാലും കൈയും ഒക്കെ മുറിച്ചിട്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ വിവിധ രീതിയിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമൂഹമുണ്ട് ഇവിടെ. ആ സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കണമെന്ന്, അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അഷ്റഫുൽ ഖൽഖായ ഖാത്തമുൻ നബിയനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു പക്ഷി കരഞ്ഞപ്പോൾ അതിൻ്റെ കുഞ്ഞിനെ കാണാതാണ് അത് കരയുന്നത്. ആ കുഞ്ഞിനെ ആരാണ് എടുത്തതെന്ന് അന്വേഷിക്കുകയും ആ കൂട്ടിക്കൊണ്ട് എന്ന് വയ്ക്കുവാൻ പറയുകയും കൽപ്പിക്കുകയും ചെയ്ത കരുണാമൂർത്തിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധികൾ ഇന്നെന്താണ് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ചെയ്യുമെന്ന് പറയുകയും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ. അല്ലാഹ് ഈസ് നോട്ട് പ്ലീസ്ഡ് അറ്റ് ആൾ ദാറ്റ് യു ഡോണ്ട് ഡു വാട്ട് യു ഹാവ് സെഡ്. അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന കൊടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞവരാ. ഇഹലോക കാര്യങ്ങളെക്കാൾ പരലോക കാര്യത്തിന് ഞാൻ മുൻഗണന കൊടുക്കും എന്ന് പറഞ്ഞ നിങ്ങൾ, ആ പറഞ്ഞ സത്യം പറഞ്ഞ ആ കാര്യം, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുന്നോ? അപ്പോൾ എന്താ പിന്നെ നമുക്ക് എന്ത് പറ്റി? അത് സംബന്ധമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് എവിടാണ് ഈ പ്രശ്നം? അവിടെയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടിയെക്കുറിച്ച് രൂപകൽപ്പന ചെയ്തു വരുന്നത്. മറഞ്ഞിരുന്ന് ദുർബോധനം ചെയ്യുന്നവൻ്റെ മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ്. മറഞ്ഞിരുന്ന് ദുർബോധനം ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ നമ്മളോട് പറയും, ഏയ് നീ ഒന്നും ചെയ്യണ്ട, കിടന്നോ, സുഖമായിട്ട് ഉറങ്ങിക്കോ, നീ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. പിന്നെ കുറച്ച് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് അല്ല എനിക്ക് എന്തെങ്കിലും വേറെ കാര്യം സാധിക്കും എന്ന് പറയും. എന്നാ നീ എഴുന്നേര്. എന്നിട്ട് അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളായിരിക്കും ചെയ്യിക്കുന്നത്. എന്താ അവൻ്റെ ജോലി? എവിടാ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ദുർബോധനം ചെയ്യലാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മളോട് ഇങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും, നീ എന്തിടെ ഇതൊക്കെ ചെയ്യുന്നതിനൊന്നും കാര്യമില്ല. അങ്ങനെ ദുർബോധനം ചെയ്യുമ്പോൾ, ദുർബോധനത്തിൻ്റെ അടിമപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യാൻ സമയം കിട്ടുന്നില്ല. നമുക്ക് ദിക്ർ ചൊല്ലുവാൻ കഴിയുന്നില്ല. നമ്മൾ തസ്ബീഹും തഹ്ലീലും ചെയ്യാൻ പറ്റുന്നില്ല. ദാനധർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സൽപ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനേറെ നമ്മുടെ വസ്ത്രങ്ങൾ പോലും നമ്മൾ സ്വയം കഴുകാൻ തയ്യാറല്ല. പരിസര ശുചി. അന്നദാഫത്തു മിനൽ ഈമാൻ. ശുചിത്വം എന്ന് പറയുന്നത് ഈമാൻ്റെ ഭാഗമാണ്. നമ്മൾ ഏതൊരു ഭാഗം, അല്ലാഹുവിൻ്റെ ഭൂമി, ഏതൊരു ഏരിയ എവിടെ നമ്മൾ വൃത്തിയാക്കുന്നോ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്.
അങ്ങനെ വൃത്തിയും വെടിപ്പും ശുചിത്വവും പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റുകളും സലാത്തുകളുമായിട്ട് പരിശുദ്ധ ഖുർആൻ്റെ മന്ത്രധ്വനികൾ ആവോളം മുഴങ്ങിക്കൊണ്ട് കടന്നു പോകേണ്ട ഒരു റമദാൻ ഇതാ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക. എങ്ങനെ വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പകലിനെ സജീവമാക്കേണ്ടത്, ഓരോ മണിക്കൂറിലും ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ ടൈം ടേബിൾ തയ്യാറാക്കണം. 6 മുതൽ 7 വരെ ഞാൻ ഇന്ന കാര്യം ചെയ്യും, 7 മുതൽ 8 വരെ ഇന്ന കാര്യം ചെയ്യും, 9 മുതൽ 10 വരെ ഇന്ന കാര്യം ചെയ്യും. അത് ഞാൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. മാഷിന് വേണ്ടി അള്ളാഹു തന്ന സമയമാണ്. ആ മാഷ് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് നേടുന്നതിന് വേണ്ടി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അവസാനത്തെ ദിനങ്ങളിലാണെങ്കിൽ ഓരോ മണിക്കൂറിലും ഞാൻ ഇത്ര സൂറത്ത്, ഇത്ര ആയത്ത് ഓതും, ഇത്ര ദിക്ർ ചെല്ലും, ഇത്ര സലാത്ത്, ഇത്ര സുന്നത്ത്, നഫില്, ളുഹ, എന്തെല്ലാം നമസ്കാരങ്ങൾ. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് തീരുമാനമെടുത്ത് അതനുസരിച്ച് പ്രവർത്തിച്ച് സൽഫലം നേടിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം ഒരു മാതൃകയായിരിക്കണം. എല്ലാ നിലയിലും മറ്റുള്ളവർക്ക് അനുകരണീയമായ സൽപ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം, അവർക്ക് ആശ്വാസം നൽകുന്നതായിരിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ സമസൃഷ്ടികളായ ആളുകൾക്ക് സന്തോഷവും സ്നേഹവും സൗഹാർദ്ദവും വർദ്ധിപ്പിക്കുന്നതിനും അവരെ നന്മയിലേക്ക് നയിക്കുന്നതും ആയിരിക്കണം. മറ്റുള്ള സഹോദരങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുന്ന ക്ഷമയുടെ മാസമാണിത്. നമ്മൾ എത്രത്തോളം ക്ഷമ കൈക്കൊള്ളുന്നുവോ അത്രത്തോളം അള്ളാഹുവിൻ നമ്മോടൊപ്പം ഉണ്ടെന്ന്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിശ്ചയമായും അള്ളാഹു തആല ക്ഷമാലുക്കളോടൊപ്പമാണ്. അപ്പോൾ ജനഹൃദയങ്ങളിൽ ഈ ദുർബോധനം നടത്തി പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന ഷൈത്താൻ, അതിന് ഖലീഫത്തുള്ള പറഞ്ഞ ഇന്നർ ഷൈത്താൻ എന്നാണ്. നമ്മുടെ ഉള്ളിൽ ആര് കുടികൊണ്ടിരിപ്പുണ്ട്? ഷൈത്താൻ കുടികൊണ്ടിരിപ്പുണ്ട്. ആ ഷൈത്താനെ പുറത്തു ചാടിക്കാനും എന്നിട്ട് അവിടെ അള്ളാഹുവിനെ കുടിയിരുത്തുവാനും വേണ്ടി ഉള്ള ബോധനമാണ് റമദാൻ മാസം, ഇഅ്തികാഫ്. അവിടെ അള്ളാഹുവിൻ്റെ വചനം കേട്ട് കഴിഞ്ഞാൽ ഹീ കനോട്ട് ബി സ്റ്റേഡ് ദെയർ, അവൻ അവിടെ താമസിക്കാൻ ഒക്കത്തില്ല. അള്ളാഹുവിൻ്റെ വചനമില്ലയോ, തക്ബീറും തഹ്ലീലും തഹ്മീദും എന്നിത്യാദി കാര്യങ്ങളില്ലയോ, ശുചിത്വമില്ലയോ, അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. തോന്നുന്ന കാര്യം തോന്നുന്നവിടെ എങ്ങനെയോ നടക്കട്ടെ എന്നുള്ള നിലയിലേക്കും എല്ലാം അടുക്കും ചിട്ടയുമായിട്ട് കൃത്യമായിട്ടുമാണ് അള്ളാഹു തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അവൻ്റെ സകല സൃഷ്ടിജാലങ്ങളും അപ്രകാരം തന്നെയാണ്. നമ്മൾ ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയോടും കൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കേണ്ടത്. അപ്രകാരം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും വൻപിച്ച വിജയങ്ങളാണ് അള്ളാഹു തആല ഒരുക്കി വച്ചിരിക്കുന്നത്. ആ വിജയ സോപാനത്തിലേക്ക് നമുക്ക് ചെല്ലുവാൻ ഈ പരിശുദ്ധമായ റമദാൻ മാസം അള്ളാഹു തആല നമുക്ക് സജ്ജമാക്കി തന്നു. അതിൽ ഇഅ്തികാഫ് എന്ന് പറയുന്ന അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നതിനുള്ള ഏറ്റവും മഹത്തായ ദിനങ്ങളും പ്രദാനം ചെയ്തു. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ലൈലത്തുൽ ഖദ്ർ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമും സംഘവും ഭൂമിയിൽ മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും കാണുന്നതിനും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നും അതിനൊക്കെ ഖദർ രേഖപ്പെടുത്തുന്നതിനുമായിട്ട് ഇറങ്ങി വരുന്ന സന്ദർഭം. അപ്പോൾ ഇന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്ര സംഘം ആളുകളെ ഞങ്ങൾ കണ്ടു, അവർ നിൻ്റെ സ്മരണയിലും നിൻ്റെ കീർത്തനങ്ങളിലുമാണ് അവർ കഴിഞ്ഞുകൂടിയത് എന്ന് രേഖപ്പെടുത്തി കൊണ്ടുപോകുവാൻ പര്യാപ്തമായ നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നന്നാക്കിയെടുക്കുക. നിങ്ങൾ ഈ പ്രദേശത്ത്, ഈ ഭാഗത്ത് എവിടെ എതിലേ നടക്കുമ്പോഴും നിങ്ങളുടെ നാവുകളിൽ, നിങ്ങളുടെ ചുണ്ടുകളിൽ അല്ലാഹു അക്ബർ എന്നും സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇഅ്തികാഫിൽ തന്നെ ഈ പ്രദേശത്തൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. നിങ്ങൾ ഇഅ്തികാഫിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത് അത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹുവിങ്കിൽ നിന്നുള്ള വളരെ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്
നിങ്ങൾക്ക് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ആ കാര്യം നിറവേറ്റുക. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം നമ്മിൽ ഓരോരുത്തരിലും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിനരാത്രങ്ങൾ കൂടി സജീവമാക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഇവിടെ സന്തോഷം പങ്കിട്ടതുപോലെ നാളെ സ്വർഗീയാരാമത്തിൽ അള്ളാഹുവിൻ്റെ സവിധത്തിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹി ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.